സർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഹൈക്കോടതിയിൽ വന്നു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കേസായിട്ട് എന്തോ പരിഗണിച്ചു. അപ്പോൾ പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യരുത്. അദ്ദേഹം നിങ്ങളോട് അന്വേഷണത്തിൽ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, അറസ്റ്റ് ചെയ്യരുത്, നോട്ട് ടു അറസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ജാമ്യം കൊടുത്തിട്ടില്ല, ബട്ട് എന്നാൽ നോട്ട് ടു അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 15-ാമത്തേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. സർ, ഇത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ പിണറായിയുടെ പോലീസിനെ പിണറായിയെ തോൽപ്പിക്കുകയാണോ, അദ്ദേഹം സ്വയം അങ്ങോട്ട് ചെല്ലുകയാണ്, അല്ലെങ്കിൽ ഇവർ ലോകം മൊത്തം വരവീശിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല? എന്താണ് സാർ അതിലൊരു രാഷ്ട്രീയവും ഒളിഞ്ഞിരിപ്പുണ്ട്? അതിൽ നമുക്ക് നിയമത്തിൻ്റെ ഭാഗവും പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില ചർച്ചകളിൽ പറഞ്ഞ നമ്മുടെ കമൻസിനെ ഇവിടെ നമുക്ക് അഹങ്കാരത്തോടെ പറയാം, ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കാരണം തറപ്പിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെ പോലീസിന് പിടിക്കാൻ പറ്റുന്നത് രാഹുൽ തീരുമാനിക്കുന്ന സമയത്തിലായിരിക്കുന്നത്. ഇന്ന് ഇത്രയും ദിവസം 10-ലധികം ദിവസം കൂട്ടിക്കും, 10 ദിവസം കേരള പോലീസിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുടർന്ന് പിടിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ചിലപ്പോൾ മനഃപൂർവ്വം പിടിക്കാത്തതാകാം. സതീശൻ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് വഹിപ്പിക്കുന്നത് മനഃപൂർവ്വമാണ്. പക്ഷേ ഇന്ന് ഈ അറസ്റ്റ് തടഞ്ഞതോടുകൂടി ആ കേസിൻ്റെ കോംപ്ലക്ഷൻ മൊത്തം മാറുന്ന പറഞ്ഞാൽ ഇത് രാഹുലിന് രക്ഷപ്പെടാനുള്ളതല്ല, ഒരു ഫൈനൽ വിധിയല്ല, ഓർഡറല്ല, ഒരു ടെമ്പററി റിലീഫ് മാത്രമാണ് ഈ 15-ാം തീയതി വരെ കിട്ടുന്നത്. 15-ാം തീയതി വരെ അത് വാദം കേട്ട് ഫൈനൽ ഓർഡർ പറയുന്നത് വരെ തൊടാൻ പാടില്ല. ആ വിധി തൽക്കാലം രാഹുലിന് അത് മതി. ഒന്ന് നിന്ന് ശ്വാസം വിടാനുള്ള സമയം ഇപ്പോൾ രാഹുലിന് കിട്ടിയിരിക്കുന്നു. ഈ വിധി ചിലപ്പോൾ വേറൊരാൾക്ക് കൂടെ അനുഗ്രഹമായിട്ട് വരാം. ആർക്കാ? രാഹുൽ ഈശ്വറിൻ്റെ കേസ് ഇതുപോലെ കിടക്കുക, ജാമ്യ കേസ് കിടക്കുകയാണ്. അത് ഈ രാഹുലിൻ്റെ കേസിനേക്കാൾ ഗൗരവം കുറഞ്ഞൊരു കുറ്റമാണ്. അപ്പോൾ ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ആ കേസ് ഇതുപോലെ നോട്ട് ടു അറസ്റ്റ് അവിടെയും കിട്ടിയേക്കാം. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അതിന് ജാമ്യം കൊടുത്തേക്കാം. അപ്പോൾ ഈ കേസ് തീരാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹൈക്കോടതിയിലുള്ള കേസിൻ്റെ തീരുമാനം ഉണ്ടാകുന്നവരെ മറ്റേ കോടതി എന്ത് പറഞ്ഞാലും അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാവും. ആ സിറ്റുവേഷനിലേക്ക് പോകാതെ ഇവിടെ ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏക ആയുധം, ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിട്ട് അവർ കത്തി മൂർപ്പിച്ച് വെച്ചിരുന്നതാണ് രാഹുൽ മാങ്കൂട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുമായിരുന്നു പിണറായി വിജയൻ്റെ ഉദ്ദേശം നമ്മൾ വിചാരിച്ചാൽ നടന്നില്ല. പിന്നെ കോൺഗ്രസിലെ ബലാബലത്തിൽ മാറ്റം വരും. രാഹുൽ മാങ്കൂട്ടത്തോട് കുറച്ചുകൂടി ലീനിയൻസ് കാണിക്കാൻ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഇനി തയ്യാറാവും. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പറയണം, ആരെന്തെല്ലാം പറയും. പക്ഷേ സാർ, ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ടി വരില്ലേ? 15-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു പറയുമ്പോൾ രണ്ടാമതൊരു പെൺകുട്ടി കൂടെ പരാതിയുമായി വന്നിരുന്നു. ഈ രണ്ടാമത് വന്ന പെൺകുട്ടിയുടെ പരാതിയിൽ വേണ്ടപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ സർക്കാർ നിയോഗിച്ച ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ കുട്ടി ചില മൊഴികൾ നൽകിയതായിട്ടും പറയുന്നുണ്ട്. അതിലും കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അത് കുറച്ചുകൂടെ കടുക്കാനല്ലേ ഇടവരുന്നത്. കാര്യം നിയമവശം പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ 15-ാം തീയതിക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ പരാതിയുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അതിലായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പോൾ കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ രണ്ടും കൂടെ വെച്ചായിരിക്കുമോ? ഒരു പ്രതിയാണ്, ഏറെക്കുറെ സമാനമായ കുറ്റമാണ്. അപ്പം ഈ കേസിൻ്റെ ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് മാത്രമേ മറ്റേ കേസിൽ രാഹുലിൻ്റെ ഇത് ഒരുമിച്ചല്ല പോയിരിക്കുന്നത്. ഒരുമിച്ച് പോകണമെന്നില്ല. അപ്പം രണ്ടാമത്തെ കേസ് അറസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ കോടതിയിൽ ഹാജരാക്കി ജാമ്യം കിട്ടിയെന്നിരിക്കട്ടെ. കോടതിയിൽ ഹാജരാക്കി, പോലീസ് തന്നെ ഹാജരാക്കി ജാമ്യം കിട്ടി രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ സെക്കൻഡിൽ അടുത്ത കേസ് വരും. ഇത് തിരുവനന്തപുരത്ത് ഈ പറയുന്ന അദ്ദേഹത്തിന് ഇത് കൊടുത്തിരിക്കുന്ന ആ കോടതിയാണെന്നുണ്ടെങ്കിൽ, സെഷൻസ് കോടതിയാണെന്നുണ്ടെങ്കിൽ, അത് ഈ ഒരു കേസാണല്ലോ പരിഗണിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും ഒന്നാമത്തെ കേസിലാണല്ലോ ഇപ്പോഴും ഈ നോട്ട് അറസ്റ്റ് വന്നിരിക്കുന്നത്. സംശയം 15-ാം തീയതി വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കേസിനെ സംബന്ധിച്ച് ഈ പോലീസ് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള വല്ല കാര്യങ്ങളും ഉണ്ടാകുമോ? അല്ല, 15-ാം തീയതി കേസും ഇപ്പോഴത്തെ കേസും തമ്മിലുള്ള വ്യത്യാസം, ഈ ഒരു കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടുത്ത കേസ് അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം, അടുത്ത FIR ഫയൽ ചെയ്യാം, അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇനി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ജാമ്യത്തിൻ്റെ ഈ വാദം അവിടെ നിൽക്കും. അല്ലെങ്കിൽ അതിനേക്കാൾ സോളിഡായിട്ടുള്ള എവിഡൻസ് മറ്റേ പെൺകുട്ടിയെ ബലമായി പീഡിപ്പിച്ചു. ഇത് കോമൺ സെൻസിന് നടക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നാളകത്തേക്ക് പോകും. രാഹുൽ ഈശ്വർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ പെൺകുട്ടി ഇത് പറഞ്ഞ് ഇത്രയും ദിവസം താമസിപ്പിച്ചു, അല്ലെങ്കിൽ അവസരങ്ങൾ അതിന് കിട്ടിയതാണ്, പറയാൻ അവസരം കിട്ടി, നിർബന്ധിച്ച് മരുന്നും രാഹുൽ മാങ്കൂട്ടമല്ല മേടിച്ചിരിക്കുന്ന മരുന്ന്,
അല്ല ഇങ്ങനെയല്ലേ മേടിച്ചിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടല്ലേ മരുന്ന് മേടിച്ചിരിക്കുന്നത്, ആരോ സുഹൃത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കാം, രാഹുൽ പറഞ്ഞാൽ തെളിയിക്കണം. അങ്ങനെ വിശദമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തീരുമാനത്തെ ഒരു ജുഡീഷ്യൽ ഡിസിഷൻ വളരെ പെട്ടെന്ന് എടുത്തു. അവിടെയാണ് ഇവിടെ തകരാറ്. FIR ഫയൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ചേർത്തങ്ങ് ഫയൽ ചെയ്തു. ഈ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതെല്ലാം അന്വേഷണങ്ങൾ നടത്തണം. അപ്പോൾ ഈ കേസ് ഡിസംബർ 15 കൊണ്ട് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വീണ്ടും നീണ്ടുപോകും. മിക്കവാറും പിന്നെ അവധിക്ക് വയ്ക്കാനാണ് താല്പര്യം. എന്തെങ്കിലും പുതിയ, അല്ലെ ഈ പുതിയ കേസ് കൂടെ വരാമെന്നുണ്ടെങ്കിൽ, പുതിയ പെൺകുട്ടിയുടെ രണ്ടാമത്തെ കേസ് കൂടെ വരാമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ക്ലബ് ചെയ്യാനൊരു ശ്രമം ഉറപ്പായിട്ടും മാങ്കൂട്ടം നടത്തും. കോടതി സാർ അപ്പോഴേ സാർ ഇപ്പോൾ ഇത്രയും ദിവസം നടന്ന ഈ നാടകം, അറസ്റ്റ് നാടകം കണ്ട ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ പോയി പോലീസ് വലവരിച്ചു. ഇവിടെ ആരാണ് ശരിക്കും തോറ്റിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ, നമ്മുടെ പോലീസിൻ്റെ അഭിമാനം മുഴുവൻ പോയി. പണ്ടേ പോയതാണ്. ആ അഭിമാനം മുഴുവൻ പിണറായി വിജയൻ വിറ്റിരിക്കുന്നു. ഇവിടെ വിറ്റു. ഇനി അടുത്ത ശബരിമല വിൽക്കാൻ നോക്കുകയാണ്. ശബരിമലയിലെ ഈ 500 ഗ്രാം സ്വർണ്ണക്കേസായിട്ട് ഒതുക്കി മാറ്റിയാൽ അപ്പോഴും പിണറായി വിജയൻ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിണറായി വിജയൻ പേഴ്സണലായിട്ടല്ല പറഞ്ഞത്, ആഭ്യന്തര വകുപ്പ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ എത്ര ദിവസം വീരപ്പനെ പിടിക്കാൻ പോലും ഇത്ര പ്രയാസം ഉണ്ടായിട്ടില്ല, ഉണ്ടോ? അപ്പോൾ ആഭ്യന്തര വകുപ്പ് വീണ്ടും പരാജയമാകുന്നു. വീണ്ടും ഒന്നിനൊന്നിന് പരാജയപ്പെടുന്നു. ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നതിനെക്കുറിച്ചല്ല നമ്മുടെ പരാതി. അത് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിധിച്ചിട്ട്. പക്ഷേ നമ്മുടെ ഒന്നാന്തരം സുശക്തമായിരുന്നൊരു പോലീസ് സംവിധാനത്തെ തകർത്തില്ലാതാക്കി, അതിന് നാഥനില്ലാതാക്കി. ഏറ്റവും വലിയ കറപ്റ്റായിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതിൻ്റെ ടോപ്പ് ഹെയറാർക്ക് നിറച്ചു. അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ, ഒരാളുടെ പേരല്ല പലരുടെയും പേര്. ശിവശങ്കറൊക്കെ സിവിൽ മേഖലയിലുണ്ടായിരുന്നു. ആ രംഗത്തുനിന്ന് ഇതിനെ കേരളത്തെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ? ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് ചെയ്തിരിക്കുന്ന സംഭാവന വളരെ വലുതാണ്. വ്യക്തിപരമായിട്ടില്ല, പ്രതി എന്നുള്ള നിലയിലല്ല, മറിച്ച് ഈ വിഷയം ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ്റെ സദാചാരബോധം, സ്ത്രീകളിൽ എങ്ങനെ ബന്ധപ്പെടണം, എങ്ങനെ ശിക്ഷിക്കണം, ഗവൺമെൻറ്റിൻ്റെ നടപടിയെടുക്കണം, ഇങ്ങനെ കുറേ പൊതുവായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർത്താൻ മാങ്കൂട്ടത്തിന് സാധിച്ചു. മാങ്കൂട്ടത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ CPM വിഷമിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂടെയുള്ള മുകേഷൊക്കെ ഉൾപ്പെടെയുള്ള ഒരു വെള്ളത്തിലാവും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാനും CPM പകുതി ആശ്വാസമുണ്ട്. അല്ലെ പല കേസുകൾക്കും ഉത്തരം പറയേണ്ടി വന്ന പറയേണ്ടി വരും. കടകംപള്ളി ഇവിടെയുണ്ട്. ഫലത്തിൽ പോലീസ് പരാജയപ്പെടുന്ന പറയുമ്പോൾ പിണറായി വിജയനല്ലേ തോറ്റത്? പിണറായി വിജയനാണ് അത് ജനങ്ങൾ വിലയിരുത്തും. പാർട്ടിയുടെ നോട്ടത്തിൽ പോലീസിൻ്റെ കഴിവുകേട് പാർട്ടി എങ്ങനെ പറയുള്ളൂ? അല്ല, അതിനും ഈ CPM പാർട്ടി എന്തെങ്കിലും പറയുമോ? ഒരിക്കലും പറയൂല. അവിടെയും പേടിക്കും. അല്ല, അതിന് കുറേ പത്രക്കാരെ അവിടെയും മുഖ്യമന്ത്രിയെ പേടിക്കും. വിശ്വസിക്കാൻ കൊള്ളാന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലോ കൈരളി അങ്ങനെ ഒരാൾ ഇവരുടെ പാർട്ടി കമ്മിറ്റിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും? അല്ല, ആ ഒരു പാർട്ടിക്കകത്തൊരു ചർച്ചയില്ല. അതല്ലേ പ്രശ്നം. പാർട്ടിക്കകത്തൊരു ചർച്ചയില്ല. PM ശ്രീ ഒപ്പിട്ടിട്ട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആരും പറഞ്ഞില്ല. ഇപ്പോഴും പിട്ടാസ് ചെയ്ത കാര്യമെന്നാണ് പറയുന്നത്. അതിന് പിട്ടാസ് നല്ല കാര്യം ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധം വേണമെന്നാണ് പിണറായി പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബന്ധം പിണറായിക്ക് വേണം. കാരണം ഈ പല കാര്യങ്ങളും കേസുകളുണ്ട്. അച്ഛൻ്റെ പേരിൽ, അമ്മയുടെ പേരിൽ, മകളുടെ പേരിൽ, മകൻ്റെ പേരിൽ എല്ലാം കേസാണ്. ആ കേസ് ഒഴിവാക്കിയിട്ട് ആര് വിചാരിക്കണം? അപ്പം നാണം കെട്ട് വാല് ചുരുട്ടി പോലീസുകാരെല്ലാം ഇങ്ങനെ പോരും. പിണറായി ഇപ്പോൾ നാണം കെട്ടും പണം നേടി ഈ ലോകം മൊത്തം വലവിരിച്ച പോലീസുകാരും കണ്ട നാടകം. സാർ, ഈ സർക്കാരിന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടത് ഇതേപോലത്തെ കുറെ നാടകങ്ങളല്ലേ? അല്ല, ശോഭരാജിനെ പിടിക്കാൻ പോയി, ഒരു പ്രതിയെ കൊണ്ടുവരുന്ന ഇവര് സീൻ, അവരിപ്പം മറ്റേ മധുരപലഹാരം വിതരണം ചെയ്തു. ഇവിടെ പൊതിച്ചോറുകൊണ്ട് കൊടുത്തു. ഈ പറയുന്ന ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ്, ഒരു സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ ആഘോഷിച്ചു. ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ MLA അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന കയ്യാമം വെച്ച് ഇവരുടെ കൂവി വിളിച്ച് കൊണ്ടുവരുന്ന രംഗമാണ് ഇവർ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷെ അവിടെയും പരാജയപ്പെട്ടു. അല്ല, ഒരു പരാജയം തുടർക്കഥയാകുന്ന പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും എന്നേ ഇതിൽ നമുക്ക് പറയാനുള്ളൂ, അല്ലേ? നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ നോട്ട് അറസ്റ്റ് എന്തെങ്കിലും പറയുമ്പോൾ അയാൾ വന്നോളും, നിങ്ങൾ ചോദ്യം ചെയ്തോ, നിങ്ങൾ ഇരിക്കുന്നിടത്ത് അങ്ങേര് വരാം, അല്ലാതെ നിങ്ങൾ ഇനി ലോകം മൊത്തം നടക്കണ്ട. നമുക്ക് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് പിണറായി വിജയൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വെച്ചൊഴിഞ്ഞ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെങ്കിലും വേറെ ആരെങ്കിലും കൊള്ളാവുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ച് മാറി നിന്നാൽ കേരളം ഒന്ന് ശ്വാസം വിടും.